കർണാടകയിൽ ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്നതും ജനപ്രിയവുമായ സൈറ്റുകളിലൊന്നാണ് ഹംപി. വീണ്ടും വീണ്ടും കണ്ടാലും മടുക്കാത്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും ഓപ്പൺ എയർ മ്യൂസിയമാണ്. പട്ടണത്തിൽ പര്യവേക്ഷണം ചെയ്യാൻ ഒത്തിരിയുണ്ട്. ഈ മാസ്റ്റർപീസുകൾ സൃഷ്ടിച്ച തൊഴിലാളികളുടെ നൈപുണ്യത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ ചുറ്റുമുണ്ട്. വിഷ്ണുവിന്റെ നിരവധി അവതാരങ്ങളിലെ കഥകൾ പറയുന്ന അതിമനോഹരമായ രൂപങ്ങൾ, ചെറിയ ശില്പങ്ങൾ, വ്യത്യസ്ത കോണുകളിൽ നിന്ന് കാണുമ്പോൾ വ്യത്യസ്ത രൂപങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ. അന്ന് ഹംപിയുടെ സമൃദ്ധിയുടെ കൊടുമുടിയിലായിരുന്നു. ഈ ക്ഷേത്രത്തിൽ കാണാൻ ഇനിയും ധാരാളമുണ്ട്. അതിനാൽ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അംഗീകൃത ഗൈഡുകളെ നിയമിക്കുവാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും. ഹംപിയിലെ എണ്ണമറ്റ അത്ഭുതങ്ങളിൽ വിത്തല ക്ഷേത്രം നഗരത്തിലെ ഏറ്റവും ഗംഭീരവും ഒരുപക്ഷേ നക്ഷത്ര ആകർഷണവും ആയി കണക്കാക്കപ്പെടുന്നു. ദേവരായ രണ്ടാമന്റെ ഭരണകാലത്ത് പണികഴിപ്പിച്ച ഹംപിയിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും കൂടുതൽ ആശ്ചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്മാരകമുണ്ടെങ്കിൽ അത് വിത്തല ക്ഷേത്രമാണ്. ഗോപുരത്തിന്റെ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ്. ഹംപി എന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങൾ ഒരിക്കൽ ഭരിച്ചിരുന്ന പ്രബലരായ രാജവംശങ്ങളുടെ കഴിഞ്ഞുപോയ ഒരു യുഗത്തിന്റെ ചിത്രങ്ങൾ പ്രതിപാദിക്കുന്നു. എന്നാൽ അവശേഷിക്കുന്ന നിർമ്മിതികളുടെ പ്രൗഢി ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സമ്പന്നതയെ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ബെല്ലാരി ജില്ലയിലെ ഹോസ്പേട്ടിലെ ഹംപി രാമായണത്തിലെ കിഷ്കിന്ധ എന്ന സ്ഥലമാണ് ഇതെന്ന് ഒരു വിശ്വാസമുണ്ട്. പുരാവസ്തുപരമായി പറഞ്ഞാൽ ബെല്ലാരി ജില്ലയിൽ അശോക രാജാവിന്റെ ചില ശിലാശാസനങ്ങളുണ്ട്. AD 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ ബുദ്ധമതം പ്രബലമായിരുന്നു. ഈ പ്രദേശം ബാദാമിയിലെ ചാലൂക്യരും കല്യാണിയിലെ രാഷ്ട്രകൂട ചാലൂക്യരും ഹൊയ്സാലരും യാദവരും ഭരിച്ചിരുന്നു. ഹംപി വിജയനഗര രാജാക്കന്മാരുടെ ശക്തിയുടെയും പ്രൗഢിയുടെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ദക്ഷിണേന്ത്യയിൽ ആവർത്തിച്ചുള്ള ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷമാണ് ഈ സാമ്രാജ്യം പതനത്തിലേക്ക് വന്നത്. സംഗമ രാജവംശത്തിലെ ഹരിഹരയും ബുക്കയും ഹംപിയെ തലസ്ഥാനമാക്കി വിജയനഗര നഗരം സ്ഥാപിച്ചു. മറ്റ് രാജവംശങ്ങളും വിജയനഗര സാമ്രാജ്യം ഭരിച്ചു. സാലുവ, തുളവ, അരിവേട്, പ്രൗഢദേവരായ, കൃഷ്ണദേവരായ, അച്യുതരായ എന്നിവരാണ് അറിയപ്പെടുന്ന ഭരണാധികാരികൾ. ശശികാലു ഗണേശൻ, വിഷ്ണുപാദ ക്ഷേത്രം, കടലെ കാലു ഗണേശൻ, ഹേമകുട കുന്നിലെ ക്ഷേത്രങ്ങൾ, വിരൂപാക്ഷ ക്ഷേത്രം, മന്മഥ ഹോണ്ട, എടിരു ബസവണ്ണ, അച്യുതരായ ക്ഷേത്രം, മാതംഗ പർവ്വതം, കോദണ്ഡരാമ ക്ഷേത്രം, വരാഹ ക്ഷേത്രം, സീതേയവാസരഘു ക്ഷേത്രം, ഹംപിയിലെ സ്മാരകങ്ങളും ആരാധനാലയങ്ങളും ഉൾപ്പെടുന്നു. ഗുഹ, കോടിലിംഗ, കമ്പഭൂപ മാർഗ, ഹസ്തഗിരി രംഗനാഥ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, നരസിംഹ ക്ഷേത്രം, ഇരുനില മണ്ഡപവും രാജാവിന്റെ തുലാസും, പുരന്ദര മണ്ഡപം, വിഷ്ണു ക്ഷേത്രം. പ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്ന കരിങ്കല്ലാണ് നിർമ്മാണ സാമഗ്രികൾക്ക് ഉപയോഗിച്ചിരുന്നതു. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന വിത്തല ക്ഷേത്രമാണ്. ഹംപിയിലെ ഏറ്റവും പ്രൗഢമായ ക്ഷേത്രവും വിത്തല ക്ഷേത്രമാണ്. കർണാടകയിലും മഹാരാഷ്ട്രയിലും ആരാധിക്കപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ ഒരു രൂപമാണ് വിത്തല. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ ക്ഷേത്രത്തിന്റെ വിവിധ തൂണുകളിൽ കൊത്തിവച്ചിരിക്കുന്നതു കാണാം. ഇത് ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ്. 3 വശത്തും പ്രവേശന കവാടങ്ങളുണ്ട്. മുറ്റത്തെ സമുച്ചയത്തിന്റെ മധ്യത്തിൽ പ്രധാന ദേവാലയം സ്ഥിതി ചെയ്യുന്നു. 16ആം നൂറ്റാണ്ടിന് മുമ്പാണ് ഇത് നിർമ്മിച്ചത്. ദേവരായ രണ്ടാമൻ ക്ഷേത്രം ആരംഭിച്ചു. കൃഷ്ണദേവരായർ അതിൽ പല ഘടനകളും കൂട്ടിച്ചേർത്തു. കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൽ ഗർഭഗൃഹം, അന്തരാള, പ്രദക്ഷിണപാത, സഭാമണ്ഡപം, മഹാമണ്ഡപം, കല്യാണ മണ്ഡപം കൂടാതെ ദേവി എന്നിവയുണ്ട്. വിത്തലയുടെ ഭാര്യയായ രുക്മിണിയുടെ ആരാധനാലയം. മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന് സമർപ്പിച്ചിരിക്കുന്ന രഥത്തിന്റെ രൂപത്തിലാണ് വാഹന മണ്ഡപം. ഗർഭഗൃഹം, സഭാമണ്ഡപം എന്നിവ ചതുരാകൃതിയിലാണ്. സഭാമണ്ഡപം ഉയരമുള്ള തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 കേന്ദ്ര തൂണുകളിലാണ് നിലകൊള്ളുന്നത്. മഹാമണ്ഡപം 56 തൂണുകളിലായാണ് നിലകൊള്ളുന്നത്. ഗ്രാനൈറ്റ് കല്ലിൽ നിന്ന് ഉയർത്തിയ ഒരു അലങ്കരിച്ച അടിത്തട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പരിചാരകരുള്ള കുതിരകൾ, 10 ദേവാലയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. വിഷ്ണുവിന്റെ അവതാരങ്ങൾ താമരയും മറ്റു രൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മഹാമണ്ഡപം സംഗീതത്തൂണുകളും സംഗീതോപകരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന തൂണിന് ചുറ്റും 7 ചെറിയ തൂണുകളായി നിർമ്മിച്ചിരിക്കുന്നു. സമുച്ചയത്തിൽ 30ഓളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 1516-ൽ 100 സ്തംഭമണ്ഡപം നിർമ്മിച്ചത് കൃഷ്ണദേവരായരുടെ രാജ്ഞിമാരായ ചിന്നാദേവിയും തിരുമല ദേവിയും ഗോപുരങ്ങൾ സംഭാവനയായി നൽകിയതാണ്. ഹംപിയിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ പകർത്തിയ കൽരഥം അത്ഭുതകരമായ ഒന്നാണ്. രഥത്തിലെ സങ്കീർണമായ ജോലി കാണേണ്ടതുണ്ട്. എന്നാൽ രഥം ചലിപ്പിക്കാൻ നിർമ്മിച്ചതാണ് എന്നതാണ് കൂടുതൽ അത്ഭുതകരമായ വസ്തുത. ചക്രങ്ങൾ അടുത്ത കാലം വരെ കറങ്ങുമായിരുന്നു. വിത്തല ക്ഷേത്ര സമുച്ചയത്തിൽ സമ്പന്നമായ ശില്പങ്ങളാൽ നിർമ്മിച്ചതാണ് കല്ല് രഥം. ഇത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും അതിശയകരമായ വാസ്തുവിദ്യയായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ പ്രശസ്തമായ 3 കല്ല് രഥങ്ങളിൽ ഒന്നാണിത്. മറ്റ് 2 രഥങ്ങൾ ഒഡീസയിലെ കൊണാർക്കിലും തമിഴ്നാട്ടിലെ മഹാബലിപുരത്തും സ്ഥിതി ചെയ്യുന്നു. വിത്തല ക്ഷേത്രത്തിലെ കല്ല് രഥം യഥാർത്ഥത്തിൽ ഒരു അലങ്കാര രഥത്തിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു ദേവാലയമാണ്. ഗരുഡന് സമർപ്പിച്ചിരിക്കുന്ന ഈ ശ്രീകോവിലിൽ ഗരുഡന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഹിന്ദു പുരാണമനുസരിച്ച് ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്.
രംഗമണ്ഡപം വിത്തല ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. വലിയ മണ്ഡപം 56 സംഗീത തൂണുകൾക്ക് പേരുകേട്ടതാണ്. ഈ സംഗീത തൂണുകളെ സാരേഗാമ തൂണുകൾ എന്നും വിളിക്കുന്നു. തൂണുകൾ മൃദുവായി തട്ടുമ്പോൾ പുറപ്പെടുന്ന സംഗീതം ഒരു അത്ഭുതം തന്നെയാണ്. മണ്ഡപത്തിനുള്ളിൽ ഒരു കൂട്ടം പ്രധാന തൂണുകളും നിരവധി ചെറിയ തൂണുകളുമുണ്ട്. ഓരോ പ്രധാന തൂണും രംഗമണ്ഡപത്തിന്റെ സീലിംഗിന് താങ്ങ് നൽകുന്നു. പ്രധാന തൂണുകൾ സംഗീതോപകരണങ്ങളായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രധാന തൂണുകളും 7 ചെറിയ തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ 7 തൂണുകൾ പ്രതിനിധി സംഗീത ഉപകരണങ്ങളിൽ നിന്ന് 7 വ്യത്യസ്ത സംഗീത കുറിപ്പുകൾ പുറപ്പെടുവിക്കുന്നു. ഈ തൂണുകളിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതം ഒരേ തൂണുകളിലും വ്യത്യസ്ത ശബ്ദങ്ങളാണ് വരുന്നത്. നൂറ്റാണ്ടുകളായി നിരവധി ആളുകളെ ആകർഷിച്ച ഒരു രഹസ്യമായിരുന്നു കൽത്തൂണുകളിൽ നിന്നും വരുന്ന സംഗീത ശബ്ദം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പോലും അത്ഭുതപ്പെട്ടു. സംഗീത സ്തംഭങ്ങളുടെ പിന്നിലെ രഹസ്യം ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താത്ത അതിശയകരമായ തൂണുകളുടെ ക്ഷേത്രത്തിലെ 2 സംഗീത തൂണുകൾ മുറിച്ചുമാറ്റി പരിശോധിച്ചു. എന്നിട്ടും തൂണുകളിൽ നിന്നും സംഗീത ശബ്ദം വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും തൂണുകൾക്കുള്ളിൽ ഒന്നും കണ്ടെത്തിയില്ല. ബ്രിട്ടീഷ് ഭരണാധികാരികൾ വെട്ടിമാറ്റിയ 2 തൂണുകൾ ഇപ്പോഴും ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ നിലനിൽക്കുന്നു. ഇന്നും സന്ദർശകർക്ക് കാണാൻ കഴിയും. ഹംപിയിലെ എത്താൻ ഏറ്റവും മികച്ചത് ട്രെയിനാണ്. ഹംപിയിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹോസ്പിറ്റൽ ജംഗ്ഷന് എന്ന റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. ഇവിടെ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലേക്കും സർവീസുണ്ട്. ഹംപിക്ക് സമീപമുള്ള എയർപോർട്ട് ബെല്ലാരിയാണ്. ബംഗളൂരുവിൽ നിന്നും ഇവിടേക്ക് സ്ഥിരം സർവീസുകളുണ്ട്.